ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനൊരു ബട്ടർ പുഡിംഗ് ഉണ്ടാക്കുന്ന വീഡിയോയുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ഈ പുഡിംഗ് ഉണ്ടാക്കാനായിട്ട് 10 ഗ്രാം ചൈന ഗ്രാസ് ആണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ഇതൊരു ബൗളിലേക്ക് ചെറിയ പീസുകളായി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കാം. അല്പം വെള്ളം ഒഴിച്ച് കൊടുത്ത് ഇതൊരു 5 മിനിറ്റ് സോക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഈ സമയം കൊണ്ട് ഞാൻ മറ്റൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് 2 ടീസ്പൂൺ കസ്റ്റാർഡ് പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് അല്പം പാലൊഴിച്ച് ഈ കസ്റ്റാർഡ് പൗഡർ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇനിയിപ്പോൾ പുഡിംഗ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഒരു പാത്രം ഞാൻ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരു 3/4 ലിറ്റർ അളവിൽ പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മധുരത്തിന് ആവശ്യമായ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 4 ടീസ്പൂണൊക്കെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബാലൻസ് മധുരം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അല്ല, കണ്ടൻസ്ഡ് മിൽക്ക് തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ അത് പ്രത്യേക ടേസ്റ്റായിട്ട് അങ്ങനെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യാം. കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിനകത്തേക്ക് ഒരു 100 ഗ്രാം ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ സോക്ക് ചെയ്യാനായിട്ട് വെച്ചിരിക്കുന്ന ചൈന ഗ്രാസ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് ഇത് അടുപ്പത്തോട്ട് വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ പാലൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമ്മൾ ചേർത്ത ബട്ടറൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. അതുപോലെ ചൈന ഗ്രാസ് നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. ചൈന ഗ്രാസൊക്കെ നന്നായിട്ട് മെൽറ്റായതിനു ശേഷം നമ്മൾ നേരത്തെ കലക്കി മാറ്റി വെച്ചിരിക്കുന്ന കസ്റ്റാർഡ് പൗഡർ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. കസ്റ്റാർഡ് പൗഡർ പാലിലേക്ക് ഒഴിച്ച് കൊടുക്കുമ്പോൾ തീ സിമ്മിലിട്ട് വേണോട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് അടുക്കി പിടിക്കും. ഈ കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ പാല് നന്നായിട്ട് കുറുകി വരും. അപ്പോൾ തീ സിമ്മിലിട്ട് വേണം ഇത് ചെയ്തെടുക്കാനായിട്ട്. കസ്റ്റാർഡ് പൗഡർ ഇട്ട് ഒന്ന് നന്നായിട്ട് ചൂടായി മിക്സായി തിള കയറി വരുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് ഒരു 3 പീസ് ബ്രെഡ് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് അതിനകത്തേക്ക് ഇട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ബ്രെഡ് ഇട്ട് ഒന്ന് തിളകേറി വരുന്ന ഈ സമയത്ത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി നമുക്കിതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ചൂടാറിയതിന് ശേഷം നമുക്കിത് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കാനുള്ളതാണ്. നന്നായിട്ട് ചൂടാറാൻ നിൽക്കണ്ട കേട്ടോ. എന്നാൽ നമുക്ക് ഇത് ഒന്ന് അടിച്ചെടുക്കാൻ പാകത്തിന് ചൂടാറിയതിന് ശേഷം വേണം ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്കിത് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ഈ സമയത്ത് നമ്മുടെ പുഡിങ് സെറ്റ് ചെയ്യാനായിട്ട് ഞാൻ ഇച്ചിരി കാഷ്യൂനട്ടും അതുപോലെ തന്നെ ബദാമും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമുക്കിത് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പുഡിങ്ങിൻ്റെ സെറ്റ് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കാൻ പാകത്തിനൊന്ന് ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഈ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് കൊടുത്ത് ഒന്ന് നന്നായിട്ട് അടിച്ചെടുക്കാം. ഒരു 2 പ്രാവശ്യമൊക്കെ ആയിട്ടാണ് ഞാൻ അടിച്ചെടുത്തിരിക്കുന്നത്. അത് നമുക്ക് പുഡിങ് സെറ്റ് ചെയ്യുന്ന പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ആദ്യത്തെ ലെയർ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഞാൻ അതിനകത്തേക്ക് നേരത്തെ നമ്മൾ പൊടിച്ച് മാറ്റി വെച്ചിരിക്കുന്ന നട്ട്സ് അല്പം ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം രണ്ടാമത് വീണ്ടും ബാക്കിയിരുന്ന മിക്സ് കൂടി അടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. നേരത്തെ നമ്മൾ വറുത്ത് മാറ്റി പൊടിച്ച് വെച്ചിരിക്കുന്ന ആ കാഷ്യൂനട്ടിൻ്റെയും ബദാമിൻ്റെയും പൊടി ഞാനിതിന് മുകളിലേക്കായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അല്പം പിസ്ത കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൂടി ഇട്ട് നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ പുഡിങ്ങിൻ്റെ പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് സെറ്റ് ആവാനായിട്ട് ഫ്രിഡ്ജിലോട്ട് മാറ്റാം. പുഡിങ് സെറ്റ് ആവാൻ ഒരു 3 അല്ലെങ്കിൽ 4 മണിക്കൂർ മതി കേട്ടോ. അത്രയും നേരം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ആ സമയം കൊണ്ട് നമ്മുടെ പുഡിങ് സെറ്റ് ആയിക്കോളും. അങ്ങനെ നമ്മുടെ പുഡിങ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. പാലും അതുപോലെ കണ്ടൻസ്ഡ് മിൽക്കും ബട്ടറും എല്ലാം കൂടി ചേർന്നിട്ടൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.
താങ്ക്